Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആയിരുന്നു. പിന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നീഹയ്ക്കായിരുന്നു ഡൗട്ട്, പക്ഷെ നീഹ ക്ലാസ്സിലില്ല. എന്തോ നീഹ ടൂറില്ല. ഏതോ ടൂർ പോയേക്കാ നീഹ. പിന്നെ ഡൗട്ട് പറഞ്ഞ ജിൻഷയാണ്, ആണോ? അല്ലേ? Yes, ma'am. ജിൻഷിക്ക് ടെൻസ് ആണ് ഡൗട്ട്. ആക്റ്റീവ് വോയിസ് അല്ല, ടെൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് ഒന്ന് സ്റ്റോറി ഒന്ന് നോക്കാം. ഒരു സ്റ്റോറി. ഓക്കെ, Okay, ma'am. ഏതെടുത്തോ? മിസ്റ്റർ ജാക്ക്, ക്യാരക്ടർ നെയിം ജാക്ക് എന്നാണ്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ജാക്കിന് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ സമയം ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ സമയം ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. വീടിന് അടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ
പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. അവൻ ഒരു ഏകാന്ത മനുഷ്യനായിരുന്നു. അവൻ ഒരു ഏകാന്ത മനുഷ്യനായിരുന്നു. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. ഇക്കാരണത്താൽ അയാൾക്ക് സങ്കടവും വിരസതയും തോന്നി. ഓക്കെ, ക്ലിയർ ആയോ? എഴുതി കഴിഞ്ഞ എല്ലാവരും? യെസ് മാം. ഓക്കെ, ഇനി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യൂ. എല്ലാവരും തുടക്കം ഒന്നുകൂടി പറയാം. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. മിസ്റ്റർ ജാക്കിന് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. അവൻ ഒരു ഏകാന്ത മനുഷ്യനായിരുന്നു. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. ഫസ്റ്റ് ടെൻസ് ഏതാണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ടെൻസിന് ഏതൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ വേർഡ്സ് ആണ് ഈ സ്റ്റോറിമെന്റ് ഏതൊക്കെ വേർഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ടെൻസ് പാസ്റ്റ് ആണെങ്കിൽ ആ പാസ്റ്റ് ടെൻസിനെ ബേസ് ചെയ്തിരിക്കും ആ വേർഡ് വരാൻ. ഓക്കെ, അതെല്ലാം നോക്കാം. പിന്നെന്താണ് മലയാളം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, മലയാളം ഒരു സ്റ്റോറി ഒരു സെന്റൻസോ തന്നാല് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. മലയാളം പറഞ്ഞ് എവിടെ വെച്ചാണ് അവസാനിക്കുന്നത് അവിടെ വെച്ചാണ് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. തലതിരിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നോക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ടെൻസ് നോക്കണം. ഓക്കെ, ടെൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ വേർഡ്സ് വരേണ്ടത്. അതായത് V2, V1, V2, V3, 4 ഒക്കെ ഇതിൽ വരും. അതെല്ലാം നോക്കാം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഒരുപാട് എക്സാജറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ എഴുതിയാൽ മതി. ഓക്കെ, സോ എഴുതാം. എഴുതി കഴിഞ്ഞ ശേഷം പറയാം.
ഓക്കെ, കഴിഞ്ഞോ? നോ മാം. ഓക്കെ, പെട്ടെന്ന് അവധി കഴിഞ്ഞില്ലെന്നല്ലേ പറഞ്ഞേ കാര്യം? അതെ മാം, കഴിഞ്ഞിട്ടില്ല. If you are facing any issues to write or translate the story, just tell me. Okay? എന്താണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നതെന്ന് പറയണം. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലയോ, എന്താണ് പറ്റാത്തത്, എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം. മാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഏകാന്ത മനുഷ്യനെന്ന് അങ്ങനെ പറയാ. എന്തോ ഏകാന്ത മനുഷ്യന്റെ ഒരർത്ഥമില്ല, മനുഷ്യനായിരുന്നു, അവനൊരു ഏകാന്തനായിരുന്നു. ഏകാന്ത മനുഷ്യൻ എന്ന് പറയുമ്പോ അത് മലയാളം കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷെ ഇംഗ്ലീഷ് സിമ്പിൾ ആണ്. ഒറ്റപ്പെട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഏകാന്ത മനുഷ്യൻ. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും?
എനിക്ക് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ട് എന്നൊക്കെ എങ്ങനെയാ പറയാ? ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറയില്ലേ നമ്മള്. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സിമ്പിൾ ആണ്. പക്ഷെ മലയാളം കേൾക്കും കുറച്ച് ടഫായിട്ട്. ലോൺലി. ലോൺലിയാ? ആ മാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, വായിച്ചോട്ടെ? ആയിക്കോട്ടെ. കുറെ മിസ്റ്റേക്സ് ഉണ്ട്, അതെനിക്ക് അറിയാം. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്താ. Okay, thank you. Mr. Jack had lived in nearby town center. He had a big house with a garden. Mr. Jack loves his garden. Then pink, red, yellow color beautiful flowers had bloomed in the summer season. Jack loves to spend his time in the garden in the evening and the weekend. But Jack wants to go for a job. The office is far, so he often doesn't go for a job. He was a solitary person. He doesn't have too many friends, so he felt sad and bored. അരുണിക്ക് അറിയാൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അല്ലേ? മിസ്റ്റേക്സ് ഉണ്ടെന്ന് അറിയാം. അത് പക്ഷെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാണ്ട്. പക്ഷെ അത് എങ്ങനെയൊക്കെയോ ഒരു എവിടെയൊക്കെയോ മിസ്റ്റേക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്നില്ല. പക്ഷെ ഇത് സിമ്പിൾ ആണ്. നമുക്ക് മലയാളം, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മലയാളം അങ്ങനെ തന്നെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. കറക്റ്റ് ഇപ്പൊ ഒരു വേർഡ്, ഞാൻ ഹാപ്പിയാണ് അല്ലെ? അങ്ങനെ പറ്റുമോ മാം? അങ്ങനെ കൃത്യം അതല്ലാതെ നമുക്ക് അതേ ഒരു മീനിങ് വരുന്ന രീതിയിൽ മാറ്റാൻ പറ്റുമോ? ഇല്ല, സെന്റൻസ് സെയിം അത് തന്നെ, പക്ഷേ തലതിരിച്ച് എഴുതാം. മലയാളം എങ്ങനെയാണ് കൊടുക്കുന്നത് തലതിരിക്കാൻ. ഒരു വലിയ സെന്റൻസ് ഒക്കെ ആകുമ്പോൾ തലതിരിക്കാൻ പറ്റും. ഇപ്പോ മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. അവിടെ സബ്ജക്ട് ഫസ്റ്റ് വരണം. സെന്റൻസ് ഒന്ന് വായിച്ചേ. Mr. Jack had lived nearby town center. അവിടെ എന്തോ ഒരു ഇത് വരുന്നുണ്ട്. അത് ആവശ്യമില്ലാത്ത സാധനം ഉപയോഗിച്ചിട്ടാ. ആവശ്യമില്ലാത്തുണ്ട്. അല്ലെങ്കിൽ മിസ്റ്റർ ജാക്ക് lived nearby town center മതിയോ? പിന്നെ Mr. Jack lived nearby town center, അല്ലെങ്കിൽ near the town center. പറയാം, near the town center എന്ന് പറഞ്ഞു. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞുതരാം, പറ്റില്ലാത്ത കാര്യം. ഓക്കെ, ഇനി ലാഷ്ന. കൺഫ്യൂഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്യൂ, മാക്സിമം ട്രൈ ചെയ്യൂ. സിമ്പിൾ ആണ്. നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് ടഫായി തോന്നിയാലും ഞാനത് ഇംഗ്ലീഷ് പറയുമ്പോ ഓക്കെ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. അത്രയും സിമ്പിൾ ആണ്. എന്റെ അടുത്ത് ലാസ്റ്റ് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവാറുണ്ട്, എന്നാലും എഴുതിയത് വായിക്കാം. Mr. Jack was lived near the town center. He had a big house with garden. Mr. Jack likes his garden very much. There were many flowers colored with pink, yellow, and red bloomed at summer season. He likes to spend time his garden on weekends and every evenings, but he have to go work. And മിസ്റ്റേക്ക് ഉണ്ടോ? അതേ ഉള്ളൂ. എന്താണ് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റും? ആ വലിയ സെന്റൻസ് വരുമ്പോ ഒക്കെ സൂക്ഷിച്ചു നോക്കിയാല് ഒരു മിസ്റ്റേക്ക് അറിയുന്നു. കാരണിക്ക് മനസ്സിലായോ എന്താ മിസ്റ്റേക്ക്? ഒന്നുകൂടെ പറഞ്ഞേ ലാഷ്ന. മറ്റേതാണോ ലൈക്സ് അതാണോ? മറ്റേതാണോ? മനസ്സിലായോ? അതെന്താണ് അവിടെ ലൈക്സ് യൂസ് ചെയ്തേ? ലൈക്സ് അവിടെ ലവ്സ് വരുവാ. അതെ,
ടെൻസ് ഏതാണിത്? ഈ പറഞ്ഞ സ്റ്റോറി ടെൻസ് ആണ്. ആ അറിയോ? ഏതാ ടെൻസ് എന്നോ? ആ ഏത് ടെൻസ് ആണ് ഇവിടെ? ഈ സ്റ്റോറി യൂസ് ചെയ്തിരിക്കുന്ന ടെൻസ് ഏതാണ്? പാസ്റ്റ് അല്ലേ? ആ പാസ്റ്റ് അല്ലേ? അപ്പൊ ലാഷിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ എല്ലാം പ്രസന്റ് ടെൻസ് ആയി. അതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. പറഞ്ഞല്ലോ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണ്, പറയുമ്പോ ചെറുതാണ്, പക്ഷെ അത് സ്റ്റോറി ആകെ മാറിപ്പോവും. ടെൻസ് ഒക്കെ മാറിപ്പോയി പിന്നെ എന്താ പ്രസന്റ് ആയി, ഇതിപ്പോ നടക്കുന്ന കാര്യമായിട്ട് വരും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ടെൻസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യൂ ഫസ്റ്റ്. ജിൻഷ തെറ്റുണ്ട് വായിക്കാം. Mr. Jack was lived near the town center. He was garden of the long big house. Mr. Jack was very likely the garden in summer season, pink, yellow, red color, beautiful. So many flowers on the plant. Evening or last day of the week, his garden was very lively. Then the Jack was went to the job place. Went to the job. The job place is not near the house because any days went to the job on the bus. He was a lonely person. He was not friendly, but he was sad and വിരസതൊക്കെയുള്ള ഇംഗ്ലീഷ് വാക്ക് കിട്ടിയിട്ടില്ല. ഏത് വാക്ക്? ബോർ വിരസത. നമ്മള് പറയില്ലേ ബോറടിച്ചു എന്നൊക്കെ പറയുന്നത്. ബോറടിക്കുന്നു, ബോറാണ്. എനിക്ക് മലയാളം അറിയില്ല. പിന്നെ ജിൻഷ ആൻഡ് ലാഷിന ഈ വാസ് എന്തിനാ അവിടെ യൂസ് ചെയ്തേ? വാസ് യൂസ് ചെയ്തോ, മിസ്റ്റേക്ക് ഇല്ല, കുഴപ്പമില്ല എന്നൊക്കെയാ. വാസിന് ശേഷം വരുന്ന വേർബ് എങ്ങനെയാണ് വരാ? വാസിന് ശേഷം വെർബിന്റെ ing ചേർക്കണം. ആ എന്നിട്ട് ഇവരൊക്കെ ചെയ്തോ? വാസ് യൂസ് ചെയ്യോ, പോട്ടേന്ന് വെക്കാം. ing ചേർത്തോ? ഇല്ല. അപ്പൊ മനസ്സിലായി, ഇങ്ങനെയൊക്കെയാണ് ഗ്രാമർ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുന്നത്. ഇത്രയും ഗ്രാമർ റൂൾസ് എല്ലാം നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ് എല്ലാവർക്കും. രാശന. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ വായിക്കാം? വിദ്യ. പ്രശാന്ത് കുമാർ ആരാ? പ്രശാന്ത് കുമാർ ക്ലാസ്സിൽ സൈലന്റ് പോയാണ്, എനിക്കറിയില്ല. കുറച്ച് എഴുതിട്ടുള്ളൂ മിസ്. ഇതേമാതിരി വലിയ വാക്കുകൾ കാണുമ്പോ ഇവിടെ എന്ത് തുടങ്ങണ്ടേന്ന് അറിയാത്തൊരവസ്ഥ. തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ അത് ആദ്യം ചെയ്തപ്പോ കറക്റ്റ് പോലെ തോന്നി. മിസ്റ്റർ ജാക്ക് had been lived besides the town. He had a garden house. Mr. Jack liked his garden, a lot of flowers. ഫസ്റ്റ് സെന്റൻസ് തന്നെ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് ആണ്, മിസ്റ്റേക്ക് ആണ്. തോന്നലൊന്നും വെറുതെ അല്ല, എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ. Mr. Jack liked his garden. A lot of flowers had been blossomed in the garden in summer season. That pink and yellow in color. Jack decided to spend time his garden on weekend and evening, but Jack go to the job. ധാരാളം. ഓക്കെ, ഇനി അനാമിക. Yes, ma'am. Yes, for it. Mr. Jack was lived near to a town center. He had a big house with a garden. Mr. Jack liked his garden very much. In summer season, a lot of beautiful flowers
blooming like colors in pink, yellow, red. Jack liked to spend his time at weekend and evening time. But the Jack go for a work. Mm, The office not near the home, but he had been worked. But he go, but he go for the Mister. He has a lonely person. Uh, uh, he had no friends allowed. But this reason he has to feel sadness. മൊത്തത്തെ ചോയ്സ് ഇനി പ്രശാന്ത് കുമാർ. പ്രശാന്ത് കുമാർ ഇല്ല, ഓക്കെ. അപ്പോ കാര്യത്തിലേക്ക് വരാം. കുറച്ച് പേര് വാസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ഹാഡ്ബീൻ. ഹാഡ്ബീനൊക്കെ വന്നിട്ടുണ്ട്. ഹാഡ്ബീൻ ഉണ്ട്, ഹാഡ് ഉണ്ട്. ഹാഡ് ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഹാഡ് യൂസ് ചെയ്തത്. നിങ്ങൾ ഫസ്റ്റ് ഹാഡ് യൂസ് ചെയ്തേ. ടൗൺസിന്റെ അടുത്താണ് താമസിച്ചിരുന്നത്, അവിടെ തന്നെ ഹാഡ് യൂസ് ചെയ്തേ. ഞാനത് പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചു. ഹാഡ് ലീവ് വരുമ്പോ പെർഫെക്റ്റ് അല്ലല്ലോ, താമസിച്ചിരുന്നത്. അപ്പോ ഇവിടെ എന്താ പറയാ, മിസ്റ്റർ ജാക്ക് ലിവ്ഡ് ആണ്, താമസിച്ചിരുന്നു എന്നാ പറഞ്ഞത്, പാസ്റ്റ് ആണ്. അപ്പൊ താമസിക്കുക എന്ന് പറയുന്ന വാക്ക് ലിവ് ആണ്, താമസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ്, ലിവ്ഡ് ആണ്. മിസ്റ്റർ ജാക്ക് ലിവ്ഡ് നിയർ ദി ടൗൺ സെന്റർ പറയാം, അല്ലെങ്കിൽ ക്ലോസ് ടു ദി ടൗൺ സെന്റർ പറയാം. നിയറോ ക്ലോസോ നിയർ ബൈയോ ഇതുകൊണ്ട് യൂസ് ചെയ്യാം. അപ്പൊ ആ സെന്റൻസ് ക്ലിയർ ആയാലോ? ഹാഡ് ബീൻ ആരെ യൂസ് ചെയ്തത്? വിദ്യയാണ് ഹാഡ് ബീൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഹാഡ് ബീൻ ഒന്നും ആവശ്യമില്ല. ഇനി നെക്സ്റ്റ്, അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീട് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നാണ്. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരാ? അത് ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല, ക്ലിയർ ആണ്, ഹാഡ് ആണ്. അപ്പൊ അവന് ഉണ്ടായിരുന്നു, ഹി ഹാഡ്. അവൻ എന്തുണ്ടായിരുന്നു? A big house with a garden. A big house ഉണ്ടായിരുന്നു. എന്ത് കൂടെ എന്തുണ്ടായിരുന്നു? പൂന്തോട്ടമുള്ളതാണ്. അപ്പൊ he had a large or big house with a garden. Okay, he had a large അല്ലെങ്കിൽ big എന്തിലാണ് house with a garden എന്നാണ് സെക്കൻഡ് സെന്റൻസ്. നെക്സ്റ്റ്, മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഏത് വാക്കാണ്? ലവ്ഡോ, പക്ഷെ ലൈക്ഡാണ് കുറച്ച്. ഓക്കെ, അപ്പോ അവൻ ഇഷ്ടപ്പെട്ടു, ഹി ലൈക്ഡ്. എപ്പോഴും നമ്മൾ പോകുന്നത് സെന്റൻസിൽ ഫസ്റ്റ് സബ്ജക്ട് എഴുതും. സബ്ജക്ട് എപ്പോഴും മലയാളത്തിൽ ഫസ്റ്റ് ആയിരിക്കും വരാം, അതിന് യാതൊരു മാറ്റമില്ല അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഫസ്റ്റ് സെന്റൻസ് എടുത്ത് നോക്കി, മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന്റെ അടുത്താണ് താമസിച്ചിരുന്നത്. നമ്മളത് ഇംഗ്ലീഷിലൊക്കെ മാറ്റുമ്പോൾ സബ്ജക്ട് എടുത്തു മിസ്റ്റർ ജാക്ക്. പിന്നെ നമ്മൾ പോകുന്നത് താമസിച്ചിരുന്നു എന്നാണ്, മലയാളത്തിന്റെ എൻഡിങ് ആണ് വരാം. താമസിച്ചിരുന്നു, മിസ്റ്റർ ജാക്ക് ലിവ്ഡ്. ഓക്കെ, ഇനി അടുത്ത് ശരിക്കും നമ്മള് ബാക്കിൽ നിന്നാണ് പോവാ, മലയാളത്തിന്റെ എൻഡിങ്ങിൽ നിന്നാണ് പോണത് അല്ലെ? താമസിച്ചിരുന്നു, ഹി ലിവ്ഡ്. എവിടെ? അടുത്ത്, നിയർ. എന്തിനടുത്ത്? ടൗൺ സെന്റർ അല്ലെ? മിസ്റ്റർ ജാക്ക് ലിവ്ഡ് നിയർ ദി ടൗൺ സെന്റർ. ആ സെന്റൻസ് ക്ലിയർ ആയില്ലേ? ഈ നെക്സ്റ്റ് സെന്റൻസ് ഒക്കെ അദ്ദേഹത്തിന് പൂന്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ പറയുന്നത് ബിസൈഡ്സ് അരികെ. ഓക്കെ, പറയാം. ഇനി അറ്റും യൂസ് ചെയ്യാം. അറ്റും വരകെ എന്നൊരു മീനിങ് ഉണ്ട്. അറ്റ് ദി ടൗൺ സെന്റർ.
ഓക്കെ, അപ്പൊ അടുത്തെന്ന് പറയുമ്പോ നിയർ പറയാം, ക്ലോസ് പറയാം, നിയർ ബൈ പറയാം, ബിസൈഡ് പറയാം, ദെൻ അറ്റ് പറയാം. ഓക്കെ, ഇത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ ആദ്യം സബ്ജക്റ്റ് ആണ് ഹി. പിന്നെ ഏത് വാക്കാണ് എടുക്കുന്നേ ആ സെന്റൻസില്? ആയിരുന്നു എന്നുള്ള, ഉണ്ടായിരുന്നു എന്നുള്ളത്. ഉണ്ടായിരുന്നു, ആ ഒരു വാക്ക് എടുക്കണം. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഹാഡ് ആണ്. ഹാഡ്. എന്തുണ്ടായിരുന്നു? അപ്പോഴും മലയാളത്തിന്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, വലിയ വീട്, പൂന്തോട്ടമുള്ള, വിത്ത് ഗാർഡൻ അല്ലെ, വിത്ത് ഗാർഡൻ. ഹി ഹാഡ് എ ലാർജ് ഹൗസ് വിത്ത് എ ഗാർഡൻ. കണ്ടോ, മലയാളം പോയത് കണ്ടോ? അങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുക. അടുത്ത സെന്റൻസ് നിങ്ങൾ പറഞ്ഞു നോക്കി. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ജാക്ക് ലൈക്ക് Mr. Jack liked his garden അല്ലെങ്കിൽ liked his garden very much അല്ലെങ്കിൽ വളരെ very much. Mr. Jack liked his garden very much. അതാണ് അടുത്ത സെന്റൻസ്. ഈ നെക്സ്റ്റ് വേനൽക്കാലത്ത് ലൗസ് എന്ന് പറഞ്ഞാലും തെറ്റില്ലല്ലോ മാം. ലൗസ് എന്ന് പറഞ്ഞാലും തെറ്റില്ലല്ലോ. ലൗസോ? ലൗസ് ആണ്, പ്രസന്റ് ആണത് ലൗസ്. അല്ല, ലൗഡ് ലൗഡ് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷെ ബെറ്റർ വേർഷൻ ലൈക്ക് ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് വേനൽക്കാലത്ത് പിങ്ക് യെല്ലോ റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. ഇതും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. തിരിച്ചിടാം. സബ്ജക്ട് ഏതാണോ? ഇവിടെ സബ്ജക്ട് ഇല്ല, ബേസിക്കലി ഇവിടെ സബ്ജക്ട് ഇല്ല. ഉണ്ടാവാം ഇല്ല. അപ്പൊ നമുക്ക് സബ്ജക്ട് വേണം. സബ്ജക്ട് ഫ്ലവർ, പിങ്ക് യെല്ലോ റെഡ് കളർ. ഫസ്റ്റ് ഞാൻ പറയട്ടെ, സബ്ജക്ട് ഒരു സെന്റൻസിൽ ഫസ്റ്റ് സബ്ജക്ട് മസ്റ്റ് ആണ്. വേനൽക്കാലത്ത് പിങ്ക് യെല്ലോ റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. സബ്ജക്റ്റ് ആയിട്ട് പേഴ്സണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഏതൊരു വേർഡ് എഴുതും? ഫ്ലവേഴ്സ് വെക്കാൻ പറ്റില്ല. ഒരു തിങ്ക് ആണെങ്കിൽ നമ്മൾ ഏത് സബ്ജക്റ്റ് ഇടാം? ഏത് പ്രോണൗൺ യൂസ് ചെയ്യണം? തിങ്ക് ആണെങ്കിൽ അവിടെയും ഒരു തിങ്ക് ആണ്. ഇറ്റ്. ഓക്കെ, ഇറ്റ് യൂസ് ചെയ്യാം. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, സെന്റൻസിന്റെ എൻഡിങ് എന്താ വരുന്നത്? It had lots of flowers, lots of beautiful flowers. Yeah, a lot of Flowers flowers. Okay, then were no. Flowers. Okay. നീ നമുക്ക് പറയാം അത് that's നിൽക്കുന്നതാണ്. That വിരിഞ്ഞു നിൽക്കുക. blooms, That bloomed, bloomed. 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 എപ്പോ? In the summer season. Summer. In the summer. In summer. Okay. Summer season. In summer season. Summer season ആണ്, ഓൾറെഡി സീസൺ ആണ്. പിന്നെ summer season എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി സമ്മർ. ഓക്കെ, അപ്പൊ in summer. ഇനി നമുക്ക് കളറുകൾ മെൻഷൻ ചെയ്യാം. പിങ്ക്, യെല്ലോ, റെഡ്. ഓക്കെ, അപ്പൊ സെന്റൻസ് എങ്ങനെയാ വരാ? It had a lot of beautiful flowers that bloomed in summer. Yellow, pink, yellow, and red. Okay. എങ്ങനെയാണ് സെന്റൻസ് വരുന്നത്? ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? കിട്ടിയോ നിങ്ങൾക്ക്? ഇനി അടുത്ത സെന്റൻസ് ഒന്നും പറഞ്ഞേ. Jack decided to spend time. ഡിസൈഡിന്റെ ആവശ്യമില്ല. അവിടെ ഡിസൈഡ് ഇല്ല, ആ വാക്കിലില്ല, ആ സെന്റൻസിലില്ല. ഞാൻ പറഞ്ഞ രീതി ചെയ്യും. ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചിരുന്നേ. നോട്ട്ബുക്കിലേക്ക് നോക്കൂ, മലയാളം നോക്കൂ. നേരങ്ങളിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് സബ്ജക്റ്റ് ഉണ്ടോ നോക്കണം. ആ സബ്ജക്റ്റ് പേരാണെങ്കിൽ ആ പേര് അവിടെ മെൻഷൻ ചെയ്യാം. ഇനി പ്രോണൗൺ ആണെങ്കിൽ പ്രോണൗൺ മെൻഷൻ ചെയ്യാം. സബ്ജക്റ്റ് ആണ്. ഇനി
മലയാള സെന്റൻസിന്റെ എൻഡിങ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വരണം. ഇംഗ്ലീഷ് പറയുമ്പോൾ എൻഡിങ് എന്ന് വരണം. ഓക്കെ, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയേ. Jack liked to spend his time in the garden. No, in the garden അല്ല. His At garden. garden. അല്ല, ആരുടെ ഗാർഡൻ ആണ്? His garden. പൂന്തോട്ടത്താണ്. His garden. In his garden. On weekend and evening. അപ്പൊ എവിടെ എപ്പോഴേക്കാണ്? Jack in the evening and weekend. And in the weekend. നിങ്ങൾ പ്രപ്പോസിഷനൊക്കെ വിട്ടു പോവല്ലേ? പ്രപ്പോസിഷനൊക്കെ ആവശ്യമാണ്. On weekend. ഒന്നുകൂടെ പറഞ്ഞ സെന്റൻസ്. Jack liked to spend his time in his garden. അങ്ങനെയല്ല കാര്യം. Garden. Liked to spending time എന്നാണ്. Spending time, okay. Spending time In എവിടെ? his garden. In his garden. ഗാർഡൻ. ഓക്കെ, ഇനി എപ്പോ? Weekend and ഒന്നും വേണം. In his garden, then എപ്പോഴാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. Evening and in the evening and In the evening. and in the weekend. വീക്കെൻഡിൽ നമ്മൾ ഏത് പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യാം? Holidays. Or Or on. in On evening and on weekend. Mr. Jack liked to spending time in his garden in the evening and on weekends. തിരിച്ചിട്ടാലും എന്തോ? തിരിച്ചിട്ടാലും കുഴപ്പമുണ്ടോന്ന്. ഓൺ ഈ വീക്കെൻഡ് ഇൻ ദി ഈവനിങ് എന്നാൽ ഇല്ല, തിരിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രപ്പോസിഷൻ കറക്റ്റ് അറിയാം. അങ്ങനെ എഴുതിയേക്കണേ. കുഴപ്പമില്ല. On event, on weekends and in the evening. Yeah, okay. കുഴപ്പമില്ല. Next. ഈവനിങ് എന്നാൽ- ഓർ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ചേർക്കണ്ടേ അതോ ഓൺ ചേർക്കണോ? എന്തോ? ഇൻ ദ ഈവനിങ് ഓർ and വേണം. ഈവൻ വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും എന്നാണ് പറയുന്നത്. അപ്പൊ ആൻഡ് വേണം. ഇൻ ദ ഈവനിങ് ആൻഡ് ഓൺ വീക്കെൻഡ്സ്. ഓൺ ആണല്ലേ? ആൻഡ് ഓൺ വീക്കെൻഡ്സ്. വീക്കെൻഡിന്റെ കൂടെ ഓണാണ് വരുന്നത്. നെക്സ്റ്റ്, എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. But എന്നാൽ- Jack want to go for a job. Go for എന്നാൽ ജാക്കിനും എന്നുണ്ട്. ജാക്കിനും എന്ന് പറയുമ്പോ അവനും എന്നൊക്കെ പറയില്ലേ? ഓൾസോ. Jack also want to go. ജാക്ക് ഓൾസോ Want to want അല്ല, need. അവനും പോകേണ്ടി വന്നു. അവിടെ വാണ്ടിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട്, ആവശ്യം എന്നൊരു മീനിങ് അവർ വരുന്നില്ല. പോകേണ്ടി വന്നു ആണ്. ഓക്കെ, Have to. Had to go for job. had to go to Go to the job. വർക്ക് പറയാം. ജോബോ വർക്ക് കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പോ എന്താ പറയാ? But Jack Jack- Jack also had to go to work. The job. Jack also had to go to work. ജാക്കിന് ജോലിക്ക് പോയിട്ട് വന്നു. ഇനി ഇത് ശ്രദ്ധിക്കാം. വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. അപ്പോ ഇവിടെ വരുന്നത് ഏതാണ്? വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് നിലവില്, അല്ലെ? ജോലി ചെയ്യുന്നതാണ്. പുള്ളി ജോലി ചെയ്തിരുന്നു. ഒരു ഓഫീസില് ജോലി ചെയ്തിരുന്നു. അത് ആ സെന്റൻസ് പറ. ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നു. He worked. he had ജോലി ചെയ്തിരുന്നു, അത് മതി. He worked in he worked in the office. In an office. no. ആണ് കണ്ടോ? ആർട്ടിക്കിളൊക്കെ വിട്ടു പോയത്.
he worked in an office. ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു. അത് വീടിനടുത്തല്ല. പറയൂ. Not near the house. That Not so far. അടുത്തല്ലായിരുന്നു അറിയില്ല. അടുത്തല്ലായിരുന്നു. That Not so. Not near the house. Near. That is എന്ന് പറയാം. അത് അടുത്തല്ല. That is. ഇത് past ആണ്. അതെന്ത് പറയും? That was. ഇല്ല, negative ആണ്. Wasn't. Wasn't. Was it? അടുത്ത്. Near എന്തിനടുത്ത്? the home. ആരുടെ home? His His home. home. To his house. Okay. He worked in an office that was near to his house. Okay. ഇനി ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. സോ ഒരു സോ കൊടുക്കാം. ചെയ്തിരുന്നതിനാൽ എന്ന് പറയുന്നുണ്ട്. സോ പലപ്പോഴും ബസ്സിൽ പോയിരുന്നു. സബ്ജക്റ്റ് വേണം. സോ He often go for a job. Went for job. He went to the bus, traveling bus. കാരണം നമ്മൾ ജോലിക്ക് പോകുകയാണ്. അവിടെ ഫോർ വരില്ല. അവിടെ വരുന്നത് ഏതാണ്? Went to a job. Went to job. Job or work. എങ്ങനെയാണ് പോയത്? എങ്ങനെ പോയത്? ബസ്സിൽ. സോറി. ബൈ ബസ്. By bus. On the bus. In the bus. പറയല്ലേ വേറെ പറയുന്നത്. ബസ്സിൽ എന്താണ്? ഏത് പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാം? In the bus. On. In the bus. The bus. On the bus. Okay. ഇനി അവനൊരു ഏകാന്ത മനുഷ്യനായിരുന്നു. വലിയൊരു സംഭവമാണ്. പറയൂ. He was a solitary man, like a solitary person. He was a lonely man. ആണെന്നല്ലേ? He was a lonely man. Okay. ഇനി അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. He doesn't had too many friends. ഞാൻ പ്രതീക്ഷിച്ചു. ടെസ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യാം? അപ്പൊ he don't have. Don't യൂസ് ചെയ്യാം. അയ്യോ He does. ഇത്രയേ ഉള്ളൂ. ഈ ഡൂക്കൊക്കെ പാസ്റ്റ് ഉണ്ട്. V2 ഫോം ഒക്കെ ഉണ്ട്. V2 V3 ഉണ്ട്. did. did ആണ്. ബ്ലേഡ് അടുക്കുക. കത്രി എടുത്തിട്ട് പോകാൻ He പറ്റില്ലല്ലോ. കൈമുറിയില്ലേ? had. Didn't. He didn't had. ഇല്ലായിരുന്നു. Had. Good. Very good. നമ്മൾ ഡിഡ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഹാഡ് പറയില്ല. പിന്നെ അവിടെ എന്താ യൂസ് ചെയ്യും? He He didn't. didn't too many friends. Too many എന്താ? He didn't friends. ഡിഡ് കഴിഞ്ഞാല് എന്തായാലും ഹാവ് ഹാസ് മസ്റ്റ് ആണ്. കാരണം ഇല്ലായിരുന്നു. പിന്നെ ഉള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഹാഡ് യൂസ് ചെയ്യില്ല. കാരണം പാസ്റ്റ് ഓൾറെഡി കഴിഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ഹാഡിന്റെ ആവശ്യമില്ല. പിന്നെ യൂസ് ചെയ്യുന്നത് ഹാവ് ആണ്. പ്രസന്റ് ആണ്. Didn't have. അപ്പൊ he didn't have Too many friends. many friends. കുഴപ്പമില്ല. He didn't have many friends. അവരുടെ ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. He didn't have many friends. So he felt. So. ഈ കാരണത്താൽ So എന്ന് എഴുതിയ പോരാ? സോ അല്ല. that's nice. Okay. ഇക്കാരണത്താൽ എന്ന് പറയുന്ന ആ വേർഡ് തന്നെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. Rashna. Okay. For this reason, that's why.
ഈ കാരണത്തിന് എന്ന് പറഞ്ഞേ കാരണം Reason. റീസൺ അല്ലാതെ നമ്മൾ ഇത് പറയും Because because എന്തുകൊണ്ട് ഈ കാരണം ഇതിനെന്താ പറയാ ഇത് This. this Because of ഇതിനെ കൂട്ടി this. because of this. Okay, because of ഈ this. കാരണത്താൽ because of this He felt. അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി അയാൾക്ക്. പറ. he had പലപ്പോഴും എന്ന് പറയുന്നത് often ആണ്. often പലപ്പോഴും പറഞ്ഞിരുന്നു. പലപ്പോഴും പലപ്പോഴും. അയാൾക്ക് പലപ്പോഴും പറഞ്ഞു. അയാൾക്ക് വളരെ പറഞ്ഞില്ല മാം. പറഞ്ഞില്ലേ? ഓക്കെ, എന്നാലുണ്ട് എന്ന് വിചാരിക്കൂ. Okay. അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. He often അതൊന്ന് felt പറഞ്ഞേ. sad and bored. Yeah, he often felt sad and bored. Okay, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായോ? Yes, ma'am. കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് അറിയില്ല. എല്ലാവരും ഗ്രാമർ പഠിച്ചു. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും പഠിക്കുന്നുണ്ട്. ഓക്കെ, എനിക്കറിയാം മിസ്. പക്ഷെ ഇതെല്ലാം നമ്മൾ റിവൈൻഡ് ചെയ്യണം. മാം ഇങ്ങനത്തെ ദിവസം ഓരോരോ ആക്ടിവിറ്റി തന്നാൽ മതി, അപ്പൊ ശരിയായിക്കോളും. അത് ശരിയാവും, ശരിയാണ്. പക്ഷെ നിങ്ങൾ റിവൈൻഡ് ചെയ്യണം, മസ്റ്റായിട്ടും ചെയ്യണം. പ്രപ്പോസിഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സ്റ്റോറി, ഈ സ്റ്റോറി തന്നെ എക്സാമ്പിൾ എടുത്ത് നോക്കി. ഇതില് എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്? സബ്ജക്ട് ഉണ്ട് അല്ലെ, V2V3 ഫോംസ് ഉണ്ട്, പിന്നെ ടെൻസ് മസ്റ്റ് ആണ്, ടെൻസ് ഉണ്ട്, ടെൻസിന് യൂസ് ചെയ്യുന്ന റൂൾസ് ഉണ്ട്. വാസ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തു. പക്ഷെ വാസ് യൂസ് ചെയ്യാൻ മിസ്റ്റേക്ക് ഇല്ല. വാസിന് ശേഷം വേണ്ടത് ING ഫോം ആണ്, അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ്, പ്രപ്പോസിഷൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് പ്രപ്പോസിഷൻസ് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ വേർഡ്സ് വരുന്നുണ്ട്. പലപ്പോഴും, എന്നാൽ, ഇക്കാരണത്താൽ, ഓക്കെ, പക്ഷേ, ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. Then എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം അത് മനസ്സിലായല്ലോ. ഫസ്റ്റ് സബ്ജക്ട് വേണം, ദെൻ എൻഡിങ്ങിന്ന് തുടങ്ങണം. അപ്പൊ കറക്റ്റ് ആയിരിക്കും. കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായാലോ. ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾ ആ ഫോളോ ചെയ്യുന്ന മെത്തേഡ് തെറ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എഴുതുമ്പോ ഇത് മിസ്റ്റേക്ക് ആണ്, ആ ഒരു ഫീലിംഗ് ഉണ്ട്. അത് ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ കുറെ ചെയ്യുന്നതോറും ക്ലിയർ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാം റിവൈൻഡ് ചെയ്യണം. ഇപ്പൊ വീക്കെൻഡ്സിന്റെ കൂടെ എന്താണ് ചേർക്കേണ്ടത്? ഓൺ ആണ്. പക്ഷെ ഓൺ അവിടെ ചേർത്തില്ലെങ്കിൽ അവിടെ മിസ്റ്റേക്ക് ആണ്, ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറയും അല്ലെ. ഇതെല്ലാം ഗ്രാമർ മിസ്റ്റേക്ക് ആണ്, കാരണം ഇതെല്ലാം ഗ്രാമേഴ്സ് ആണ്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിരിക്കണം, മസ്റ്റ് ആണ്. ഇതറിയാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം പറയാനും പറ്റില്ല, എഴുതാനും പറ്റില്ല. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചെറിയ ചെറിയ വാക്കാണെങ്കിലും അത് സെന്റൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ ചെറിയ ചെറിയ വാക്കുകൾ അറിയില്ല, വിരിഞ്ഞു നിൽക്കുന്ന കുറച്ച് പേർക്ക് അറിയില്ല, ബ്ലൂണ്ട്. അപ്പൊ ഇങ്ങനെ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കണം. എല്ലാം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. എനിക്കിതൊന്നും ചെയ്തു തരാൻ പറ്റില്ല, കാരണം ഞാൻ ഒരുപാട് ടെൻസും പ്രപ്പോസിഷൻസ് ആർട്ടിക്കിൾസും ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. റിവൈൻഡ് ചെയ്യാം, ഓരോ പ്രാവശ്യവും റിവൈൻഡ് ചെയ്ത് നോക്കാം. ഇതേപോലെ എവിടെയെങ്കിലും സ്റ്റോറി കണ്ടു കഴിഞ്ഞാല് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം. അപ്പോ എല്ലാ പ്രാവശ്യം നമുക്ക് ഓരോ സ്റ്റോറീസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒരു ടോപ്പിക് തരാം, ജസ്റ്റ് സംസാരിക്കും. വാട്ട്സ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് 2025? എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻസ്? എന്താണ്? എന്തെങ്കിലും റെസൊല്യൂഷൻസ് ഉണ്ടോ? എന്തെങ്കിലും? അപ്പോ അത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം. ഓക്കെ മാം. എന്തെന്ന് ഒന്നും കൂടെ പറയോ വിഷയം? എക്സ്പെക്ടേഷന് 2025നെ കുറിച്ചിട്ട് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്? നിങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തെങ്കിലും മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ ചേഞ്ച് വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ആഗ്രഹങ്ങൾ നടക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ.
ഇയറിനെ എന്താണ് കുറിച്ചിട്ട് നമ്മുടെ വരുന്ന ന്യൂ ഇയറിനെ കുറിച്ചിട്ട് നമ്മളെ ഇത് എക്സ്പെക്ടേഷനാ. അടുത്ത വർഷത്തെ കുറിച്ച് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? പ്രിപ്പയർ ചെയ്തിട്ട് വരും. കുറച്ച് പേരേ ഉള്ളൂ ക്ലാസ്സിലെങ്കിൽ നിങ്ങൾ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനിയിപ്പോ അധികം നാളില്ല കോഴ്സ് തീരാനായിട്ട്, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഓക്കെ, ചിലപ്പോ പോർഷൻസ് കവർ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷിന്റെ അവർ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് സെക്കൻഡ് ക്ലാസ് ചിലപ്പോ പെട്ടെന്ന് തന്നെ അവസാനിക്കാം. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ ഓക്കെ മാം. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. പ്രാക്ടീസ് ചെയ്യണം, മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, സ്റ്റോറീസ് എവിടെയൊക്കെ കണ്ടാലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ മാം. ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം എനിക്ക് നേരത്തെ തീരെ എനിക്ക് ടെൻസ് ഒന്നും അറിയില്ല. ടെൻസ് ഇങ്ങനെ പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് ഒക്കെ അറിയാം. പക്ഷെ ഹാഡിൻ ഇപ്പൊ വാസിന് ഇപ്പം ING അതൊന്നും അങ്ങനെ അത്ര പെർഫെക്റ്റ് അല്ല. പഠിക്കുമ്പോ അറിയാം, അത് നമ്മൾ വിടുമ്പോ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് റൂളാണ്. ഇപ്പോ പ്രസന്റ് ആണെങ്കിൽ ഈസ് വാസിനൊക്കെ ശേഷം ING വരണം. ഹാഡിന് ശേഷം B3 വരണം. ഹാഡ് ബീന് ശേഷം ING വരണം. അതിപ്പോ ഹാവ് ആണെങ്കിലും B3 വരണം, ഹാസ് ബീൻ ആണെങ്കിലും ING വരണം. ഇതൊക്കെ റൂളാണ്, ഇത് മസ്റ്റാണ്. അതിന്റെ കുറച്ച് നമുക്ക് പഠിക്കുമ്പോ അപ്പൊ ഗ്രാമർ പഠിക്കും, പക്ഷെ അത് നമുക്കത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മളത് വിട്ടു പോകും. അങ്ങനെയായിട്ട് വലുതായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് എനിക്കത് എവിടെയൊക്കെയാ എന്തൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പിന്നെ ചിലതൊക്കെ പ്രിപ്പോസിഷൻസ് ഒക്കെ ചില സമയത്തൊക്കെ മാറും. പക്ഷെ കുറെയൊക്കെ കിട്ടും. പക്ഷെ എന്നാലും എവിടെയൊക്കെയോ ഒരു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാം. ഇമ്പ്രൂവ് ചെയ്യാം മാം. അത് നിങ്ങൾ എഴുതുമ്പോ തന്നെ മനസ്സിലാവും. കാരണം മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റാത്തത് എന്ന് നോക്കിയിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കാം. ഈ വലിയ വലിയ ഇതുകളൊക്കെ വരുമ്പോ 2-3 സെന്റൻസ് കൂടി ഒരുമിച്ച് വരുമ്പോ എന്തോ 2-3 സെന്റൻസ് ഒരുമിച്ച് വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എൻഡിങ്ങിന്ന് അല്ല, മലയാളത്തിന്റെ എൻഡിങ്ങിലാണ് കിടക്കുക. ഫസ്റ്റ് സബ്ജക്ട് ആണെങ്കിൽ പിന്നെ അടുത്ത വേർഡ് എൻഡിങ്ങിൽ നിന്ന് പോരാം. അതറിയാം, പക്ഷെ അങ്ങനെയല്ല, മൊത്തം കൺഫ്യൂസ്ഡ് ആവും. അത് വായിക്കുമ്പം എന്താ എങ്ങനെ ഏതാന്നൊക്കെ ഉള്ളത്. എൻഡിങ്ങിന്ന് തുടങ്ങാന്നറിയാം, എൻഡിങ്ങിന്നാണ് അർത്ഥമൊക്കെ വരുന്നതെന്ന് അറിയാം. പക്ഷെ എന്നാലും കൂടി എഴുതുമ്പോ എവിടെ ഏതോ ഒരു മിസ്റ്റേക്ക് എന്തൊക്കെ പോലെ തോന്നും. ഇനി നിങ്ങൾ നോക്കേണ്ടതാണോ? ഇപ്പൊ ഓക്കെ, ഒരുപാട് സെന്റൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ഒരു സെന്റൻസ് തന്നു, ആ സെന്റൻസിൽ പറയുന്ന ഓരോ വേർഡും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയാൻ പറ്റുന്നുണ്ടോ നോക്കാം. അതിന് ഇംഗ്ലീഷ് അറിയുന്നുണ്ടോ നോക്കാം. ആ ഇംഗ്ലീഷ് നിങ്ങൾ എഴുതി വെച്ചിട്ട് അതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കി പറ്റും. ഓക്കെ, അങ്ങനെയുണ്ട് നിങ്ങൾക്ക്. ഓരോ വേർഡ് അറിയാൻ പറ്റുന്നില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടോ, തന്റെ പൂന്തോട്ടത്തിൽ എന്ന് പറയുമ്പോൾ തന്റെ പൂന്തോട്ടമാണ്, ഹിസ് ഗാർഡൻ ആണ്. അങ്ങനെ കുറച്ച് കണക്ഷൻ. പിന്നെ പൂന്തോട്ടമുള്ള ഒരു വീടുണ്ടായിരുന്നു, വിത്ത് ഗാർഡൻ. കണ്ടോ? അപ്പൊ അവിടെ വരേണ്ട ചെറിയ ചെറിയ ഇത് പ്രപ്പോസിഷൻസ് തന്നെയാണ്. ഇതൊക്കെ മസ്റ്റ് ആണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ സ്റ്റോറീസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.